കാശ്മീർ യാത്രയ്ക്കിടെ നോർത്ത് ഇന്ത്യയിലെ സ്കൂളിന്റെ മുമ്പിൽ കണ്ട വേസ്റ്റുകളെല്ലാം മാറ്റി ഞാനിവിടെ ഒറ്റയ്ക്ക് വൃത്തിയാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 18ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഈ മാവിന്റെ ചോട്ടിലെ ഇരുമ്പിന്റെ ബെഞ്ചിലാണ് കിടന്നുറങ്ങിയത്. നിങ്ങൾ തന്നെ നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഈ സ്ഥലം കാണാനെന്ന്. ചുറ്റിലും സ്വർണത്തിന്റെ നിറത്തിൽ പരന്നു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ, അതിനോട് ചേർന്ന് തന്നെ പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ജമന്തിത്തോട്ടങ്ങൾ. എത്ര ഭംഗിയാണല്ലേ. നിരന്തരമായുള്ള യാത്രയും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലുമായുള്ള ഉറക്കത്തിനും ശേഷം ഒരുപാട് നാളുകൾ കൂടിയാണ് സുഖകരമായ ഒരു ഉറക്കം കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്നും എൻ്റെ യാത്ര പുനരാരംഭിച്ച് മുമ്പോട്ട് പോകുന്ന വഴിയിലാണ് ഇങ്ങനൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളാണിത്. ആ സ്കൂളിൻ്റെ മുമ്പിൽ കൊണ്ടു തള്ളിയിരിക്കുന്ന മാലിന്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വേസ്റ്റാണ് എന്ന് നോക്കിക്കേ. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്കൂളുമുണ്ട്. ഈ രണ്ട് സ്കൂളുകളോടും ചേർന്നുള്ള വഴിയുടെ മുമ്പിലാണ് ഇത്രമാത്രം വേസ്റ്റ് കൊണ്ടേ തള്ളിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടുന്നത്? ഈ കുരുന്നുകളും ഇത് തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. എന്തായാലും ഇത് ഞാനിന്ന് വൃത്തിയാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് എടുത്ത് ഞാൻ ആദ്യം തന്നെ ഇട്ടു. വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് വൃത്തിയാക്കാനായി ചൂലോ മറ്റു സാധനങ്ങളോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വഴിയരികിൽ നിന്ന് തന്നെ ഞാനൊരു കമ്പ് സംഘടിപ്പിച്ചു. അങ്ങനെ ഞാൻ പതിയെ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. വളരെ ഭാരിച്ച ഏർപ്പാടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും അധികം വേസ്റ്റുകൾ ആ മണ്ണിൻ്റെ അടിയിലും മറ്റും കിടക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഏരിയയിൽ നിന്നുമായി വാരിക്കൂട്ടിയ വേസ്റ്റുകളാണ് ഇത്രയും. എന്തുമാത്രം വേസ്റ്റുകളാണ് എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കേ. ഇത്രയും ഭാഗം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ക്ലീൻ ചെയ്തപ്പോഴും അടുത്തു. ബാക്കി കൂടെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു നായ ചത്ത് ചീഞ്ഞ് അഴുകി ദ്രവിച്ചു പോയ അവശിഷ്ടമാണ്. സാധാരണ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ ചത്ത് ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് കൂടി അടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഇത്രയും ആളുകൾ നടക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയും മണം വന്നിട്ടും അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പുറമേ കിടന്ന വേസ്റ്റുകൾ പോരാഞ്ഞിട്ട് മണ്ണിൽ കിടന്ന വേസ്റ്റുകളാണ് എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത്. ഇത്രയും പൊരിവേലത്ത് നിന്ന് ഗോപീഷൻ നല്ല കട്ടയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. കുറേ കൂടെ ചെയ്യാനുണ്ട്. ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഉച്ച സമയമായിട്ട് ഭയങ്കരമായിട്ട് വേർത്തു. ഇതെങ്ങനെയും ഫിനിഷ് ചെയ്തിരിക്കും. ഉച്ചസമയമായതുകൊണ്ട് തന്നെ വളരെ നന്നായി മടുത്തിരുന്നു. വെള്ളം കുടിക്കാനായി അടുത്തെങ്ങും ഒരു കട പോലും ഉണ്ടായിരുന്നില്ല. വൃത്തിയാക്കുന്നതിനിടയിൽ കീറിപ്പറഞ്ഞ രീതിയിൽ കിട്ടിയ നമ്മുടെ ദേശീയ പതാകയാണിത്. മാലിന്യ കൂമ്പാരങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ അവസ്ഥയിൽ നമ്മുടെ ദേശീയ പതാക കിട്ടിയപ്പോൾ വളരെയധികം സങ്കടം തോന്നിപ്പോയി. ചിലപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ശേഷം കുട്ടികളോ മറ്റോ കൊണ്ട് എറിഞ്ഞതായിരിക്കാം ഇവിടെ. ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ ത്രിവർണ്ണ പതാക എടുത്ത് സേഫായ ഒരു സ്ഥലത്ത് വെച്ച ശേഷം ഞങ്ങൾ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും അധികം വേസ്റ്റ് കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ചാക്കിൽ കെട്ടി കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ട് ഡിസ്പോസ് ചെയ്ത ശേഷമുള്ള അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.